7.5 വർഷം മുമ്പ് പറഞ്ഞൊരു വരി ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. ആരാ പറഞ്ഞ്? പിണറായി വിജയൻ. പിന്നെ ആരാ പറഞ്ഞ്? കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി സാഹിബ് ഇന്നില്ല, പിണറായി വിജയൻ ഇന്ന് അതിനേക്കാൾ ശക്തിയിൽ നിൽപ്പുണ്ട്. എവിടെ പോയി? എന്താ കാരണം? ശരി, ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തർക്കും അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് പറയുന്നവർക്ക് നോക്കൂ, ശബരിമലയിൽ ഈ സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട ഇതിനൊരു ആചാരമുണ്ട്, അതിന് പിന്നെ ഒരു കഥയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ പറയും. അതുകൊണ്ട് സ്ത്രീകൾ കയറണ്ട, യുവതികൾ കയറണ്ട. യുവതികൾ കയറണമെന്ന് പറയുന്നവർക്കുള്ള ന്യായം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഏത് ആരാധനാലയത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരാചാരവും എന്ത് വിശ്വാസവും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും എല്ലാം ഭരണഘടനയ്ക്ക് താഴെയാണ്, ഈക്വാളിറ്റിയുടെ ലംഘനമാണെന്ന് പറഞ്ഞ് അതെതിർക്കാം. CPM എന്തിനാണ് ആദ്യം യുവതികൾ കയറണ്ട എന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണമെന്ന് തീരുമാനിച്ചത്? രണ്ടാമത് യുവതികൾ കയറണ്ട എന്ന് ഇപ്പോൾ തീരുമാനിച്ചത്? എന്താ കാരണം? വോട്ടിന് വേണ്ടിയാണെന്ന് പറയുമെന്ന് തോന്നുന്നു, അതാണ് സത്യമെങ്കിൽ. പക്ഷേ ഒരു ന്യായം വേണ്ടേ? അന്ന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ ഒരു ദിവസം ഒരു മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഒരു വെളിപാട് തോന്നി എഴുതി കൊടുത്തതല്ല. അത് പാർട്ടി വിശദമായി ചർച്ച ചെയ്ത ശേഷം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം ഈ വിഷയത്തിൽ അറിയാവുന്ന തന്ത്രിമാർ അവരോടൊക്കെ ചോദിച്ചിട്ട് കോടതി ഉചിതമായ തീരുമാനം എടുത്തോളൂ, ഇതായിരുന്നു നിലപാട്. ഇപ്പോൾ അതല്ല, ഞങ്ങളുടെ അഭിപ്രായം തന്നെ കയറണ്ടെന്നാണ്. അപ്പോൾ ഇതിന് പാർട്ടി ചർച്ച ചെയ്തോ? പാർട്ടിയിൽ ഈ നിലപാട് മാറ്റം ചർച്ച ചെയ്തോ? നിലപാട് മാറ്റം അംഗീകരിച്ചോ? അതുപോലെ തന്നെ LDFിൽ ഈ വിഷയം ചർച്ച ചെയ്തോ? മന്ത്രിസഭ ചർച്ച ചെയ്തോ? അതിൽ LDFും മന്ത്രിസഭയും നമുക്ക് രണ്ടാമത് എടുക്കാം. പാർട്ടി തീരുമാനം മാറ്റിയോ? അതോ സർക്കാർ മാത്രമേ നിലപാട് മാറ്റിയുള്ളൂ? എന്താണ് CPMൻ്റെ നിലപാട്? ഇതിനൊന്നും വ്യക്തമായ മറുപടി പറയാൻ പോകുന്നില്ല. അതിങ്ങനെ ഒഴുക്കുന്ന വിശ്വാസികൾക്ക് എതിരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റതാണ് മറിച്ചാണ്. കോൺഗ്രസ് ചെയ്തില്ലേ, BJP ചെയ്തില്ലേ, മുതലായ ഒഴുക്കൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിനെ മറികടക്കാനാണ് പോകുന്നത്. പക്ഷേ കോർ ഇഷ്യൂ അവിടെ കിടക്കുക. എന്താണ് നിങ്ങളുടെ യുക്തി? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ യുക്തിയിൽ നിന്ന് ഇത്തവണത്തെ യുക്തി മാറ്റത്തിനുള്ള കാരണം എന്ത്? എന്താണ് യുവതികൾ ശബരിമലയിൽ കയറിയുള്ള പ്രശ്നം? അത് പറയണ്ടേ? അപ്പോൾ ഈ അന്ന് സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞതിന് ശേഷം യുവതി പ്രവേശനത്തിന് മതിൽ കെട്ടുന്നു, വലിയ കാര്യങ്ങൾ പറയുന്നു, വലിയ നിലപാടുകൾ നടത്തി പ്രസംഗം നടത്തുന്നു, നാട്ടിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാരെ ഇറക്കി അതിനുവേണ്ടി അനുകൂലമായ പ്രസ്താവന ഇറക്കുന്നു, പരിപാടി നടത്തുന്നു. പിന്നെ എന്തോ ഒരു സമിതി ഉണ്ടാക്കിയല്ലോ, നവോത്ഥാന സമിതി. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ അത് തന്നെ കോൺട്രാക്ടറി ആയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട, യുവതിയിൽ കയറണ്ട എന്ന് പറയുന്ന ആളാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ തലപ്പത്ത് വരികയും ചെയ്യും. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നവോത്ഥാനമാണ്, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ വിളിച്ച്. അന്ന് ഒരുപാട് കഥകളുണ്ടായിരുന്നല്ലോ. ശബരിമല സത്യത്തിൽ ഇവിടുത്തെ ആദിവാസികളുടെയാണ്, ഇവിടുത്തെ ദളിതരെ ചവിട്ടി വെച്ചാണ്, എന്തൊക്കെയോ കഥകളെന്ന് പറയുകയും അവരുടെ പ്രസംഗിച്ചു പിണറായി ആ വിഷയം പറഞ്ഞു. അതെ, അതായിരുന്നു. അതുകൊണ്ട് ഈ ആചാരങ്ങളെല്ലാം പോകേണ്ടതാണ്. അന്ന് നമ്മുടെ ശ്രീ സുധാകരനും ഒരുപാട് കാര്യങ്ങൾ, അതിനുമുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്നു, പുള്ളി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിഴുങ്ങും. ഇത് പ്രശ്നം എന്താ വെച്ചാൽ, എന്നിട്ട് അന്ന് ഈ പ്രശ്നം മുഴുവൻ ആയതിനു ശേഷം ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുന്ന, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിരിക്കുന്ന പത്മനാഭൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതൊക്കെ പാർട്ടി തീരുമാനിച്ചിരിക്കും, ഞങ്ങളുടെ സ്ത്രീകൾ, എൻ്റെ വീട്ടിലെ സ്ത്രീകളാരും, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണല്ലോ, എൻ്റെ വീട്ടിലെ സ്ത്രീകളാരും ശബരിമലയിൽ കയറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലും അപകടകരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ പറഞ്ഞല്ലോ, ഈ കയറിയ സ്ത്രീകൾക്കൊന്നും വിശ്വാസികളല്ല, എന്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി കയറിയതാണ്. ഇവരുടെയൊക്കെ ഈ പാർട്ടി ഉണ്ടാക്കിയ കൃഷ്ണപിള്ള എന്നൊരു മനുഷ്യനുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിന് മണിയടിച്ചതിനെ അടി വാങ്ങിച്ച് ഇഞ്ചപ്പരുവൊക്കെ ആളെ തല്ലി ഉപേക്ഷിച്ചതാണ്. കൃഷ്ണപിള്ള വിശ്വാസിയായിട്ടല്ല വൈക്കം ക്ഷേത്രത്തിൽ പോയി മണിയടിച്ചത്. ഇത് ഇവിടുത്തെ എല്ലാവർക്കുമുള്ള അവകാശമാണ്. വൈക്കം അമ്പലത്തിൽ റോഡിലൂടെ വഴി നടക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് വിശ്വാസിക്കും അവിശ്വാസിക്കുമുണ്ട്. അടുത്ത ഘട്ടമായി അമ്പലത്തിൽ കയറാനും തീണ്ടലും തൊടലും പാടില്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. ആ മനുഷ്യൻ ദൈവവിശ്വാസിയായിരുന്നോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചയാളാണ്. അങ്ങനെയാണെങ്കിൽ PK ശ്രീമതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇയാളെ ഒന്നും അന്ന് PK ശ്രീമതി കൊണ്ടായിരുന്നില്ല, എന്ത് പറഞ്ഞേനെ? ഈ വിശ്വാസമില്ലാത്തവൻ, നക്സലൈറ്റ്, കമ്മ്യൂണിസ്റ്റ്, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയെന്നല്ലേ പറയുള്ളൂ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു തരത്തിലും നിലപാടിൽ വ്യക്തതയോ ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വയലാറിലെ വാരിക്കുന്തം, മറ്റേ കുന്തം മറിച്ചത്, ചൈന, ചെഗ്വേര, ഇതൊക്കെ പറഞ്ഞ് കുറേ ബഹളം വയ്ക്കുകയും പാട്ടിട്ട് അതിനനുസരിച്ച് ചുവട് വയ്ക്കുകയും അത് കേൾക്കുമ്പോൾ ഒന്ന് രോമാഞ്ചം ഒടിക്കുകയൊക്കെ ചെയ്യുന്ന ക്യൂബ മൂന്നന്മാരുടെ പാർട്ടിയാണിത്. അല്ലാതെ ഒന്നുമില്ല, ജാട, അതിനപ്പുറം ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇതേ ചെയ്യാൻ പറ്റും. ആ തനി സ്വഭാവം കാണും. ഞാൻ പറഞ്ഞില്ലേ, മുടി കുറേ നേരമൊക്കെ മറച്ചു വയ്ക്കും,
കഷണ്ടി ഒഴിവാക്കാൻ, പിന്നെ അതങ്ങ് ഷേവ് ചെയ്ത് കളയും. ഇപ്പോഴാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനിനിറം കാണിച്ചത്. ഇത്രേ പറ്റൂ. കാരണം അതിനുള്ള സോഷ്യൽ ക്യാപിറ്റൽ, അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് അവർക്കുള്ളൂ. അതുകൊണ്ടാണ് 4 വോട്ടിന് മുന്നിൽ നിലപാട് മാറ്റിയിരിക്കുന്നത്. നിലപാട് മാറ്റാതെ വേറെ യാതൊരു വഴിയില്ല. ഇനിയിപ്പോൾ ആകെ മുങ്ങിയതുകൊണ്ട് കുളിരുമില്ല. കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? ഇല്ല. BJPക്ക് എന്തെങ്കിലും പറ്റുമോ? നിലപാട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അല്ല, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ നിലപാടാണ്. ആകെ പറയാവുന്നത് അന്ന് പറഞ്ഞ തന്ത്രം, ഇന്ന് പറഞ്ഞ തന്ത്രം, ഇതൊക്കെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അണികളോട് പറയേണ്ടത് അന്നത്തെ നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറാനുള്ള കാരണം വിശ്വാസികളെ പേടിച്ചിട്ടാണോ, അതോ നിങ്ങളുടെ ശരിക്കുള്ള നിലപാട്? വ്യത്യാസമുണ്ട്. സർക്കാരിൻ്റെ നിലപാടല്ല ഞാൻ ചോദിക്കുന്നത്. CPIഎമ്മിൻ്റെ നിലപാട് എന്താ? അതുകൂടെ വന്നാൽ വ്യക്തത വരും.